വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ നിന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ റോസ്റ്റ് ആയിട്ടാണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ ആവോലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കായം തേച്ചെടുക്കാം. അതിൻ്റെ ശേഷം ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കായം തേച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. മീൻ അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് 2 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് എടുക്കാം. അതിൻ്റെ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മൊരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് നന്നായി ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറയണത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് 2-3 പ്രാവശ്യമായിട്ടാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് വഴറ്റാനായിട്ട് അതൊന്ന് എല്ലാതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള എണ്ണയിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സബോള ഒരു 4 സബോളയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് നന്നായി വഴന്ന് കിട്ടും. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതും വഴന്ന് കിട്ടിയ ശേഷം തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, ചെറുത്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായി ഒന്ന് ഉടഞ്ഞ ശേഷം 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതും നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂടെ വഴറ്റിയെടുക്കാം. ഈ മസാല ഉണ്ടെങ്കിൽ നെയ്ച്ചോറിൽക്കും വെറും ചോറിൽക്കൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. വേറെ കറികളൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി കഴിക്കാൻ. അപ്പോൾ എല്ലാതും നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മുളകും പൊടി ഒരു 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി ചതച്ചതാണ് അത് 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റിയ ശേഷം മസാലയൊക്കെ വെന്ത ശേഷം അതിലേക്ക് മീൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മസാല എടുത്ത് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. മീനൊന്നും ഉടയാത്ത രീതിയിൽ വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. മസാലയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചെറിയ തീയിലാണ് മൂടി വെക്കുന്നത്. അതിൻ്റെ ശേഷം വീണ്ടും മൂടി തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒന്നും കൂടെ മൂടി വെക്കാം. അതിൻ്റെ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതെ. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുന്നതും ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല രുചിയാണ്. ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം. നല്ല രുചിയാണ്. ഇങ്ങനെ എല്ലാ മീനോടും ചെയ്യാൻ പറ്റുന്നൊരു റോസ്റ്റാണ്. ഈ വീഡിയോക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ പുറത്തുനിന്നുള്ള സൗണ്ടുകൾ നന്നായിട്ട് കേൾക്കാണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.